അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ സെക്ടറിലെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 1. Tight monetary policy of US Federal Reserve could lead to capital flight. Capital flight may increase the interest cost of firms with existing external commercial borrowings. Devaluation of domestic currency decreases the currency risk associated with external commercial borrowing. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എലിമിനേഷൻ ആപ്ലിക്കബിൾ ആവാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം റോങ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എലിമിനേഷനിലേക്ക് വരാം. ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ടൈറ്റ് മോണിറ്ററി പോളിസി? ടൈറ്റ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഒരു എക്സ്ട്രീം ബൂമിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ ഹൈ ആക്കി വെച്ചുകൊണ്ട് എക്കണോമീനെ പിടിച്ചു നിർത്തും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കി വെച്ച് സ്പെൻഡിങ് കുറയ്ക്കുക, ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ള ഒരു പോളിസിയാണ് ടൈറ്റ് മോണിറ്ററി പോളിസി. പബ്ലിക്കിലുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ഫണ്ട് ലിക്വിഡിറ്റി കുറവായിരിക്കും, എക്കണോമിക് ആക്ടിവിറ്റീസ് കുറവായിരിക്കും, ബാങ്കുകൾ പബ്ലിക്കിന് കൊടുക്കുന്ന ലെൻഡിങ് ആക്ടിവിറ്റീസ് കുറവായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ എക്കണോമിനെ ടൈറ്റൻ ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കി വെച്ചുകൊണ്ട്. അപ്പോൾ US ഫെഡറൽ റിസർവിലേക്ക് US ഫെഡറൽ റിസർവിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കി വെക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്നുള്ള അവിടെ ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കുമ്പം ഇൻട്രസ്റ്റ് ഹൈ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് മേജർലി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫേവറബിൾ അല്ലെങ്കിൽ അവരുടെ ഒരു മേജർ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ ഫ്ലൈറ്റ് നടക്കും. ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ക്യാപിറ്റൽ എടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയേ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ US സിസ്റ്റത്തിലേക്ക് പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളിടത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് ക്യാപിറ്റൽ ഫ്ലൈറ്റ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴത്തേക്കും ടൈറ്റ് മോണിറ്ററി പോളിസി ആകുമ്പോഴത്തേക്കും അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് അവിടെ ക്യാപിറ്റൽ എടുത്ത് US ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ഇനി ക്യാപിറ്റൽ ഫ്ലൈറ്റ് മേ ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് ഫേംസ് വിത്ത് എക്സിസ്റ്റിംഗ് കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ ഫ്ലൈറ്റിൻ്റെ സിറ്റുവേഷനിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഫണ്ട് അവൈലബിലിറ്റി കുറവായിരിക്കും. ഫണ്ട് അവൈലബിലിറ്റി കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ കമ്പനീസിന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഹൈ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഫണ്ട് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഡെറ്റ് സർവീസിങ് ആണെങ്കിലും പുതിയ ഫണ്ട് റേസ് ചെയ്യാനാണെങ്കിലും ഹൈ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് ഫേംസിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഹൈ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 2 റൈറ്റ് ആണ്. പിന്നെ നമുക്കുള്ള ഡിവാലുവേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഡിക്രീസസ് ദ കറൻസി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് നമ്മൾ പറയണ ഔട്ടർ, അതായത് കൺട്രീൻ്റെ പുറത്ത് നിന്ന് ബോറോ ചെയ്യുന്ന ബോറോയിങ്സിനാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. കമ്പനീസ് ബോറോ ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവാലുവേഷന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കലി കറൻസിയുടെ വാല്യൂ ഇൻറ്റൻഷനലി കുറച്ച് വയ്ക്കാം. അതാണ് ഡിവാലുവേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിവാലുവേഷൻ നടക്കുമ്പോഴത്തേക്കും കറൻസിയുടെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കറൻസിയുടെ റിസ്ക് കുറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് സാധാരണ നടക്കുന്നത് ഡോളറിൽ അല്ലെങ്കിൽ മേജർ കറൻസീസിലായിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ കറൻസിയിൽ നടക്കുന്ന ഫോറിൻ ഡിനോമിനേഷനിലായത് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് നടക്കുന്നതുകൊണ്ട് തന്നെ കറൻസി ഡിവാലുവേറ്റ് ചെയ്യുമ്പം എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിൻ്റെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരുന്ന ഇന്ത്യൻ കറൻസിയുടെ അതിന് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഇന്ത്യൻ കറൻസിയുടെ റിക്വയർമെൻറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കറൻസി റിസ്ക് കുറയ്ക്കുകയല്ല ചെയ്യണേ, ഇവിടെ കറൻസി റിസ്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കാരണം ഒരു $1 മില്യൺ ഡിവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേയും ഡിവാലുവേറ്റ് ചെയ്തതിന് ശേഷം സെറ്റിൽ ചെയ്യേണ്ടി വരുമ്പം റേസ് ചെയ്യുന്ന ഇന്ത്യൻ റുപ്പിയുടെ എമൗണ്ട് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് ഹൈ ആയിരിക്കും. അപ്പോൾ ഡിവാലുവേഷൻ കറൻസി റിസ്ക് കുറയ്ക്കുകയല്ല ചെയ്യണം, കൂട്ടുകയാണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ലേക്ക് വരാം.